മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത പരമ്പരയാണ് ഉപ്പും മുളകും. തികച്ചും സ്വാഭാവികമായ അവതരണവും പാറമട വീട്ടിലെ നിത്യസംഭവങ്ങളും ഈ പരമ്പരയെ മറ്റ് പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമാക്കി. പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ലച്ചുവിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു അവരുടെ വിവാഹവും ഭർത്താവ് സിദ്ധു എന്ന കഥാപാത്രത്തിന്റെ രംഗപ്രവേശനവും. എന്നാൽ സിദ്ധുവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടന്റെ മാറ്റവും പുതിയതായി സിദ്ധുവായി എത്തിയ സിദ്ധാർത്ഥ് പ്രഭു നേരിട്ട വെല്ലുവിളികളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഉപ്പും മുളകും പരമ്പരയിലെ ഓരോ കഥാപാത്രത്തിനും പ്രേക്ഷക മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. ലച്ചുവിന്റെ വിവാഹം വലിയ ആഘോഷമാക്കിയ പ്രേക്ഷകർ അവരുടെ ഭർത്താവായി സിദ്ധുവിന്റെ അസാന്നിധ്യം നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. സിദ്ധു എന്ന കഥാപാത്രത്തെ ആദ്യമായി അവതരിപ്പിച്ചത് ഡെയ്ൻ ഡേവിഡ് എന്ന നടനായിരുന്നു. ഡെയ്ൻ പിന്മാറിയ ശേഷം സിദ്ധുവിനെ പരമ്പരയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുകയായിരുന്നു. പാറമട വീട്ടിൽ സിദ്ധുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം സിദ്ധുവിനെ എന്നാണ് ഇനി കാണാനാവുക എന്ന ചോദ്യം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ലച്ചുവിന്റെ വിവാഹ ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗം അപ്രതീക്ഷിതമായത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ് പ്രഭു സിദ്ധുവായി പരമ്പരയിലേക്ക് എത്തുന്നത്. എന്നാൽ മുൻപ് മറ്റൊരാൾ സ്ഥാപിച്ച ഒരു കഥാപാത്രത്തെ അതേ തന്മയത്വത്തോടെയും സ്വീകാര്യതയോടെയും അവതരിപ്പിക്കുക എന്നത് ഏതൊരു നടനെയും സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. പുതിയതായി സിദ്ധുവിന്റെ വേഷം ഏറ്റെടുത്ത സിദ്ധാർത്ഥ് പ്രഭുവിന് തന്റെ പ്രവേശനത്തെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ താൻ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഫ്ലവേഴ്സ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചു. ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ആശങ്ക എന്നെ അലട്ടിയിരുന്നു എന്ന് സിദ്ധാർത്ഥ് സമ്മതിക്കുന്നു. കാരണം ഈ ക്യാരക്ടറിലേക്ക് താൻ ഫിറ്റാവുക എന്നത് പ്രധാനമാണ്. ഉപ്പുമുളകും പോലെ റിയലിസ്റ്റിക് ആയ ഒരു പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്ക് സുപരിചിതമായ ഒരു കഥാപാത്രത്തിന് മറ്റൊരു നടൻ വരുമ്പോൾ സ്വാഭാവികത നിലനിർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. സിദ്ധുവിന്റെ കഥാപാത്രത്തിനായി ഫ്ലവേഴ്സിൽ നിന്ന് കോൾ വന്നപ്പോൾ ഇത് മുൻപ് മറ്റൊരാൾ ചെയ്ത കഥാപാത്രമാണെന്ന് അറിവുള്ളതുകൊണ്ട് സിദ്ധാർത്ഥ് അങ്ങോട്ട് തന്നെ ഓഡിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഓഡിഷനിൽ ഞാൻ സംതൃപ്തനാവുകയാണെങ്കിൽ മാത്രം ചെയ്യാമെന്നായിരുന്നു എന്റെ ചിന്ത, അദ്ദേഹം പറയുന്നു. ലൊക്കേഷനിൽ വെച്ച് ജൂഹിയോടും മത്സാബിത്തിനോടും ഒപ്പം ഒരു രംഗം ചെയ്ത് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ലഭിച്ചത്. ചെയ്ത് ഓക്കെയായി എടുക്കാമെന്നൊരു കോൺഫിഡൻസ് വന്നതോടെയാണ് അദ്ദേഹം ഈ ടീമിനൊപ്പം ചേർന്നത്. നേരത്തെ മറ്റൊരാൾ ചെയ്ത കഥാപാത്രത്തിന്റെ തുടർച്ച അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം പരമ്പരയുടെ പ്രമോകളും എപ്പിസോഡുകളും സംപ്രേഷണം ചെയ്ത് പ്രേക്ഷകർ സിദ്ധുവിനെ അംഗീകരിച്ചപ്പോഴാണ് മാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സിദ്ധു എന്ന കഥാപാത്രത്തിന്റെ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ലച്ചുവിനെയായിരുന്നു. 10 വർഷമായിട്ടാണ് ലച്ചു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. തന്റെ കഥാപാത്രത്തിന്റെ പങ്കാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനാകേണ്ടതും ലച്ചുവിന് അത്യാവശ്യമായിരുന്നു. എന്റെ പാർട്ണറെ ആൾക്കാർ ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ടായിരുന്നുവെന്നും ലച്ചു തുറന്നു സമ്മതിക്കുന്നു. കാരണം ലച്ചുവിന്റെ ജീവിതത്തിലെ സുപ്രധാന വ്യക്തിയാണ് സിദ്ധു. എന്നാൽ സിദ്ധാർത്ഥ് അവതരിപ്പിച്ച സിദ്ധുവിന്റെ ആദ്യ എപ്പിസോഡ് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ജൂഹിക്ക് വലിയ ആശ്വാസമായി. വന്ന എപ്പിസോഡ് തന്നെ സിദ്ധു തൂക്കിയപ്പോൾ സന്തോഷമായി അവർ പറയുന്നു. ഇപ്പോൾ പുറത്തു പോകുമ്പോൾ പ്രേക്ഷകർ തന്നെ സമീപിക്കുന്നത് ഉപ്പുമുളകിലെ കാര്യങ്ങൾ ചോദിച്ചാണെന്നും ജൂഹി പറയുന്നു. കെട്ടിയോൻ തിരിച്ചു പോയോ എന്നും സിദ്ധു ഇനി തിരികെ പോകുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളത്. ഇത് യഥാർത്ഥ ജീവിതത്തിൽ താൻ വിവാഹിതയല്ല എന്ന് പറയുമ്പോൾ പോലും പ്രേക്ഷകർക്ക് ലച്ചുവും സിദ്ധുവുമാണ് യാഥാർത്ഥ്യം എന്ന ചിന്തയുണ്ടാക്കുന്നു. ഒരു നടൻ എന്ന നിലയിൽ സിദ്ധാർത്ഥ് പ്രഭുവിന് അഭിനയത്തോടുള്ള സമീപനം കഥാപാത്രത്തിന് കൂടുതൽ കരുത്ത് നൽകാൻ സഹായിച്ചു. ബെറ്റർ ഔട്ട്പുട്ട് നൽകാൻ വേണ്ടി താൻ റീടേക്കുകൾ എടുക്കാറുണ്ടെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. ഏറ്റവും കൂടുതൽ ടേക്ക് പോകുമ്പോൾ അത്രയും നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. അഭിനയത്തിലെ പൂർണ്ണതയ്ക്കുള്ള ഈ ശ്രമം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ സഹായിച്ചു. താൻ എത്ര ടേക്ക് എടുത്തു എന്ന് ഒരിക്കലും കൗണ്ട് ചെയ്യാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സിദ്ധു എന്ന കഥാപാത്രത്തിലേക്ക് എത്തിയ സിദ്ധാർത്ഥിന്റെ ജീവിത പശ്ചാത്തലവും അഭിനയ രംഗത്തേക്കുള്ള വരവും അപ്രതീക്ഷിതമായിരുന്നു. നിലവിൽ 26 വയസ്സുള്ള സിദ്ധാർത്ഥ് 12ാം വയസ്സിൽ കണ്ട പയ്യനല്ല ഇപ്പോൾ. അദ്ദേഹം പഠനം പൂർത്തിയാക്കി കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്തു. സിദ്ധാർത്ഥും അദ്ദേഹത്തിന്റെ ചേച്ചിയും അഭിനയ രംഗത്തേക്ക് വന്നത് യാദൃച്ഛികമായാണ്. സിദ്ധാർത്ഥിന്റെ സഹോദരി ഇപ്പോൾ നേഴ്സായി UK ജോലി ചെയ്യുകയാണ്. PR ഒക്കെയായി അവർ അവിടെ സെറ്റിലാണ്. ഉപ്പുമുളകിലേക്ക് ചേച്ചി നാത്തൂനായി വരാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് ചാൻസ് ഇല്ലെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ മറുപടി. സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വരവ് ഉപ്പുമുളകും എന്ന പരമ്പരയെ സംബന്ധിച്ച് ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. ഒരു പകരക്കാരനായി എത്തിയിട്ടും തന്റെ അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷക സ്വീകാര്യത നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് പരമ്പരയുടെ തുടർ വിജയത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു.